Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you doing well. ലൂക്കോസ് 10:19 പഠിക്കുമ്പോൾ When we study the book of Luke chapter 10 verse 10, യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. Jesus said, I give you authority to trample upon the serpent and scorpion and all the powers of the enemy. Operate the power of God. ദൈവത്തിന്റെ ശക്തിയിൽ ചലിക്കുക. Amen. Amen. ദൈവത്തിന്റെ അധികാരത്തോടെ ആ ശക്തിയിൽ നാം ചലിക്കണം, മുന്നോട്ട് പോകണം. So we must operate under the authority of God, in the power of God. ശത്രുവിനെ കീഴടക്കുക എന്നത് വെറും പരിശ്രമമല്ല, അത് അധികാരത്തിന്റെ വിഷയമാണ്. Oh, it is not an attempt to overcome the enemy, it is a matter of authority. നിങ്ങൾ രാജാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. You need to realize that you are sent by God, who is the King. നിങ്ങൾ ശത്രുവിനോട് അപേക്ഷിക്കുകയല്ല വേണ്ടിയത്, പകരം അവനോട് മാറാൻ കൽപ്പിക്കുകയാണ് വേണ്ടത്. You're not supposed to beg the enemy, instead you are supposed to command the enemy to leave. സ്വർഗത്തിന്റെ പൂർണ്ണ പിന്തുണ, പൂർണ്ണ അധികാരം നിങ്ങളോടൊപ്പം ഉണ്ട്. Heaven backs you up, and the power and the authority of heaven rests with you. നിങ്ങൾ പലപ്പോഴും ഈ അധികാരം നിങ്ങളുടെ കയ്യിൽ ഉള്ളപ്പോൾ, Many a times, whilst having this authority with you, നിങ്ങൾ ഈ അധികാരം വെച്ചുകൊണ്ട് തളർന്നും ഭയന്നും ഇരിക്കുകയാണ്. you are tired, weary and afraid having this authority. ആ അധികാരം ഉപയോഗിക്കുക. You got to put to use this authority. അത് കൽപ്പിക്കുക. You got to command, അങ്ങനെ തന്നെ സംഭവിക്കും. and it will happen so. കഴിഞ്ഞ ദിവസം Last day, എന്നെ ഒരു അമ്മ വിളിച്ചു. a mother called me എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ കുഞ്ഞിന് ഭയമാണ്. and she told me my child is afraid. പരീക്ഷ എഴുതാൻ പോകുകയില്ല. She won't attend exams. പരീക്ഷ എന്ന് പറയുമ്പോൾ, എക്സാം എന്ന് പറയുമ്പോൾ ഭയമാണ്. When exams are mentioned, she gets afraid. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, I told the mother, നിങ്ങളുടെ പക്കൽ ദൈവം ഒരു അധികാരം തന്നു. God has given you an authority. ഞാൻ പ്രാർത്ഥിക്കാം, I'll pray for you, പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കണം കുഞ്ഞിന്റെ മേൽ. but you got to pray for your child. അവിടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. You got to lay hands upon her and pray. എന്താ സംഭവിച്ചത്? Do you know what happened? ഒറ്റ പ്രാർത്ഥന. Oh, within a single prayer, ആ അമ്മ പ്രാർത്ഥിച്ചു. that mother prayed, ആ കുഞ്ഞിന്റെ ഭയം പോയി. and the fear left the child. ഭയമെന്നൊരു വേർഡ് അവൾ പറഞ്ഞില്ല. And then on, she never said she's afraid of exams. ആ അമ്മയുടെ പ്രാർത്ഥന വളരെ പവർഫുൾ ആയിരുന്നു. The prayer of that mother was powerful. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മുൻപിൽ, Oh, in front of the problems in your life. പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിന്റെ മുൻപിൽ, Oh, in front of the snake that's right before you. അവൻ പരിഹസിക്കുന്ന സാത്താന്റെ വാക്കിന്റെ മുൻപിൽ, Oh, in front of the mocking words of Satan. നിങ്ങൾ തളർന്നു പോകരുത്. You must not grow weary. അധികാരത്തോടെ ഉപയോഗിക്കും. You got to use that authority. ദൈവം നിങ്ങൾക്ക് തന്ന അധികാരം. Oh, the God-given authority. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ I'm പോകുകയാണ്. gonna pray for you. നിങ്ങൾ റെഡിയാണോ? Are you ready? നിങ്ങൾ റെഡിയാണോ? Are you ready? അധികാരം ഉപയോഗിക്കുക. You got to put to use the authority given. അധികാരത്തിന്റെ ശക്തി വെളിപ്പെടുത്തുക. And the power of the authority must be made manifest. ഹല്ലേലൂയ. Hallelujah. ഞങ്ങളുടെ കർത്താവേ, Our Lord, പാമ്പുകളെയും തേളുകളെയും to trample upon serpents and scorpions ശത്രുവിന്റെ സകല ബലത്തെ and over all the powers of the enemy, ചവിട്ടുവാനുള്ള അധികാരം and authority to trample upon അങ്ങ് them. ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടു. Oh, we listened and we heard that you've given us that authority, ഞങ്ങളത് വിശ്വസിക്കുന്നു. and we believe it. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ Right now as we pray, എല്ലാ ഭയങ്ങളും let മാറിപ്പോകട്ടെ. every fear turn away. ക്യാൻസറുകൾ മാറട്ടെ. Let cancers be healed. ആർത്രൈറ്റിസ് മാറട്ടെ. Let arthritis be healed. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. Let every hindrances be taken away. കൂടെയുള്ള മൈഗ്രെയിൻ മാറട്ടെ. Migraines from time to time, let it leave. മക്കളില്ലാത്തവർക്ക് തലമുറ ജനിക്കട്ടെ. All those who are childless, there's children be given to them. കൺസീവ് ആയത് നിമിത്തം ചില അസ്വസ്ഥതകൾ ഉണ്ടായി ഭാരപ്പെടുന്നവരുടെ മേൽ വിടുതൽ അയക്കണമേ. After conception, those who are struggling, let them receive a deliverance. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ, Right now, as people who are watching me through YouTube, നിങ്ങളുടെ മേൽ വലിയ അധികാരം വരികയും നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെ
നിങ്ങൾ നിങ്ങളുടെ വാക്കുപയോഗിച്ച് കൽപ്പിക്കുക. Let that great authority come over them and make use of that authority and command all those troublesome issues to leave your life. കർത്താവിന്റെ കരം നീട്ടണമേ. Oh Lord, stretch forth your hand. ഒരു ഹീലിംഗ് സംഭവിക്കട്ടെ. Let a healing take place. Amen. Amen. God bless you. Love you. കർത്താവ് തന്ന അധികാരം ഉപയോഗിക്കാതിരിക്കരുത്, ഉപയോഗിക്കണം. അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണ്. God bless you. I love you. Put to use the authority that the Lord has given you. It will be turned to a great blessing. Amen. Amen.